മമ്മി പെട്ടെന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. ഫാദറിൻ്റെ അന്ത്യചുംബനം നൽകി പള്ളിയിലേക്ക് യാത്ര എടുക്കാൻ നേരത്താണ് ഇത് സംഭവിച്ചത്. അപ്പം അമ്മയും പപ്പയും തമ്മിലുള്ളൊരു ക്ലോസ്നെസ് അങ്ങനെയായിരുന്നു. അവരെ സ്വർഗത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഭർത്താവിന് അന്ത്യചുംബനം നൽകുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് ഭാര്യയും മരിച്ചു. പാലാ പുത്തൻ പള്ളിക്കുന്ന് വാഴയിൽ കുര്യൻ ജോസഫിൻ്റെ സംസ്കാര ചടങ്ങിനിടയിൽ ഭാര്യ ഷേർലി കുര്യൻ്റെ അപ്രതീക്ഷിത വിയോഗവും കുടുംബാംഗങ്ങളെയും നാടിനെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ലാലം സെൻറ് ജോർജ് പുത്തൻപള്ളി സെമിത്തേരിയിൽ ഇരുവരെയും ഒരേ കല്ലറയിൽ തന്നെ അടക്കം ചെയ്തു. 73-കാരനായ കുര്യൻ ജോസഫിൻ്റെ നിര്യാണത്തിന് പിന്നാലെയാണ് ഭാര്യ ഷേർലിയുടെയും അപ്രതീക്ഷിത വിയോഗം. 15-ാം തീയതിയാണ് കുര്യൻ ജോസഫ് മരണപ്പെട്ടത്. 16-ന് വീട്ടിൽ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകാനായി എടുക്കുമ്പോഴാണ് ഭാര്യ ഷേർലി അന്ത്യചുംബനം നൽകുന്നതും ദുഃഖം താങ്ങാനാവാതെ കുഴഞ്ഞു വീഴുന്നതും. ഉടൻ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതാപിതാക്കൾ ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ വിട്ടുപിരിഞ്ഞത് മാനസികമായി തളർത്തിയിരിക്കുകയാണെന്ന് മകൻ എബി പറയുന്നു. ഇരുവരും വിട്ടുപിരിയാത്തത്ര പരസ്പര സ്നേഹമുള്ളവരായിരുന്നു. പിതാവിനൊപ്പം അമ്മയ്ക്കും സ്വർഗവാതിൽ തുറന്നിടട്ടെ എന്ന് മകൻ പറയുന്നു. ഈ പപ്പാടെ സംസ്കാര ശുശ്രൂഷ നടക്കുന്നതിനിടയിലാണ് മമ്മിക്കും കൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. മമ്മി പെട്ടെന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. ഫാദറിൻ്റെ അന്ത്യചുംബനം നൽകി പള്ളിയിലേക്ക് യാത്ര എടുക്കാൻ നേരത്താണ് ഇത് സംഭവിച്ചത്. കഴിഞ്ഞ ഏതാനും നാളുകളായി അമ്മ ഇങ്ങനെ ഡാഡി അസുഖബാധിതനായി കുറച്ച് നാളായിട്ട് കിടപ്പിലല്ലായിരുന്നു, അദ്ദേഹം ആശുപത്രി തന്നെയായിരുന്നു. അപ്പം അമ്മയും പപ്പയും തമ്മിലുള്ളൊരു ക്ലോസ്നെസ് അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ ജീവിതയാത്രകളിലെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നവർ. അമ്മയ്ക്ക് ആ ഒരു സന്ദർഭത്തിൽ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ഒരു യാത്ര ഒരു നിമിഷം ഒരു ദിവസം പോലും പിരിയാതെയാണ് ഒരുമിച്ച് പോയെന്ന് ഓർക്കുമ്പോഴേക്കും അവരെ സ്വർഗത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു. പെട്ടെന്ന് മമ്മീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവിടുന്ന് പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോയപ്പോഴും രക്ഷപ്പെടുത്താനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സാധിച്ചില്ല. ഇവർ തമ്മിൽ എല്ലാ കാര്യത്തിലും നല്ല യാത്രകളൊക്കെ ആണെങ്കിലും ഒരുമിച്ച് നല്ല. അതെ. ഫാദർ അവസാനമായിട്ട് ഷേർലി എന്ന് അമ്മയുടെ പേര് ഷേർലി എന്നായിരുന്നു. ബോധ കുറവായിരുന്നെങ്കിലും ഷേർലി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ വ്യാപാര രംഗത്തൊക്കെ ആയിരുന്നു, കാർഷിക. ഡാഡി ഒരു ആദ്യകാലത്ത് KRS എന്ന് പറയുന്ന ഒരു പാർസൽ സർവീസ് ആയിരുന്നു. കർഷകനായിരുന്നു. കേരള കോൺഗ്രസ് സജീവ പ്രവർത്തക കേഡർ മെമ്പറൊക്കെ പാലായിലെ ആദ്യകാല വ്യാപാരിയും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു കുര്യൻ ജോസഫ്. മികച്ച കർഷകനായിരുന്ന അദ്ദേഹം പാലാ കൃഷി ഓഫീസിലെ വികസന സമിതി അംഗമായിരുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം നാട്ടുകാർ ഏവർക്കും സുപരിചിതമാണ്. ഇരുവരും എല്ലാ ദിവസവും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നത് കാണുമായിരുന്നു. കുര്യൻ ജോസഫിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നതോടെ പൂർണ്ണ സമയം അദ്ദേഹത്തെ വീട്ടിൽ ശുശ്രൂഷിക്കുകയായിരുന്നു ഭാര്യ ഷേർലി. ഇരുവരുടെയും ആകസ്മിക വിയോഗം ബന്ധുക്കൾക്കൊപ്പം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി. കുര്യൻ ജോസഫിൻ്റെ സംസ്കാരം നടത്തിയ അതേ കല്ലറയിൽ തന്നെ ഭാര്യയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കുകയായിരുന്നു. ഇരുവർക്കും കണ്ണീരോടെ നാട് വിട ചൊല്ലി.